നമസ്കാരം, ഞാൻ അൽക്ക. പലരോടും ഞാൻ എൻ്റെ ഈ പേര് പറയുമ്പോ അഴുക്ക എന്നാണ് കേൾക്കാറ്. അതുകൊണ്ട് ഇനി കേൾക്കുമ്പോഴെങ്കിലും എൻ്റെ പേര് കൃത്യമായി അൽക്കാന്ന് തന്നെ വിളിക്കണേ. ഇനി കാലത്തിലേക്ക് വരാം. ഞാൻ എന്നും വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോ മൂഡ് ഔട്ടായാണ് ഇരിക്കാറ്. എന്നാ പിന്നെ ഈ ഔട്ടായ മൂടും കൊണ്ട് ഇവിടെ വന്നാലോ എന്ന് ചിന്തിച്ചു. അതാകുമ്പോ ഒരു കണ്ടന്റും കൂടി ആവൂലോ. ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ കണ്ടന്റിനെ പറ്റി ഏകദേശം ഒരു ഊഹം കിട്ടിക്കാണും. അതേ സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ കണ്ടന്റ് ആണ് മൂഡ്. ഈ കണ്ടന്റ് കേട്ട പാടെ നിങ്ങൾ ആരും മൂടോട്ടാവരുതേ, മൂഡ് ഓണാക്കി തന്നെ വെക്കണേ. ശരിക്കും ഈ മൂഡിന്റെ മലയാളർത്ഥം മാനസികാവസ്ഥയാണത്രേ. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോ പലപ്പോഴേ കേൾക്കാറുണ്ട് എൻ്റെ അമ്മ ഒലക്കയുടെ മൂഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഒലക്കയുടെ മൂടാണ്, അല്ലാതെ അൽക്കയുടെ മൂടല്ല. അപ്പൊ ഞാൻ ചിന്തിക്കും, ഈ ഒലക്കയ്ക്ക് ഇതിന് മാത്രം എന്ത് മാനസികാവസ്ഥയാണ് ഉള്ളത് എന്ന്. സ്കൂൾ പോകണ്ട, പരീക്ഷ എഴുതണ്ട, മാർക്ക് കുറഞ്ഞ് വീട്ടിൽ വരുമ്പോ മൂഡ് ഔട്ടായിരിക്കുന്ന എൻ്റെ അമ്മയുടെ മുഖവും കാണണ്ട. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വരുന്നത്. വേറെ ആരല്ല, എൻ്റെ മാമനും മാമിയും. മാമ വന്നപാടെ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ തന്നു. മൂടോട് കൂടിയുള്ള കാച്ചിൽ, മൂടോട് കൂടിയുള്ള ചേമ്പ്, മൂടോട് കൂടിയുള്ള കപ്പ. ഇത്രയും മൂടുള്ള സാധനങ്ങൾ മാമൻ എനിക്ക് തരുമ്പോഴും മാമിയുടെ മുഖത്ത് ഒരു മൂട് ഞാൻ കണ്ടില്ല. അപ്പോഴാ ആ നെട്ടിക്കുന്ന സത്യം ഞാൻ അറിയുന്നത്. മാമിക്ക് മൂഡ് സിങ്സ് ആണത്രേ. ചേമ്പിന്റെയും കപ്പയുടെയും മൂട് നോക്കുന്ന സമയത്ത് മാമൻ മാമിയുടെ മൂഡ് സിങ്സ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ മാമൻ ഇപ്പൊ മൂട്ടിൽ തീ പിടിച്ച പോലെ ഓടണ്ടായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്കാണ് ഞാൻ മറ്റൊരു നെട്ടിക്കുന്ന സത്യം കൂടി അറിയുന്നത്. എന്റെ വീട്ടിൽ AC വരെ മൂഡ് സിങ്സ് ഉണ്ട് എന്ന്. ആ സത്യാണെന്നേ. ആ റിമോട്ട് എടുത്ത് ഏത് മോഡിലിട്ടാലും അതെന്റെ ഇഷ്ടത്തിലേ സ്വിങ് ചെയ്യാറുള്ളൂ. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ഈ AC വരെ മൂഡ് സിങ്സ് ഉണ്ട് എന്ന്. അപ്പോ മൂഡുകൾ പലവിധമുണ്ട്. കല്യാണത്തിന് മൂഡ്, അടിയന്തരത്തിന് വേറൊരു മൂഡ്, കല്യാണ ചെക്കിനൊരു മൂഡ്, പെണ്ണിന് മറ്റെന്തോ ഒരു മൂഡ്. എന്തിന് ഇല മാത്രം ബാക്കി വെച്ച് കുറ്റം പറയുന്ന അമ്മാവനെ മറ്റെന്തോ ഒരു മൂഡ്. അടിയന്തരത്തിനാണെങ്കിലോ ആകെ ഒരു മൂഡ്, ശോക മൂഡ്. പക്ഷെ തമിഴ്നാട്ടിലാണെങ്കിലോ പൊളി മൂഡ്. അമ്മയും ഞാനും കൂടി ഇന്നലെ പാർക്കിൽ പോയേ. ഞങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന കാമുകിനോട് പറയാ, ഞാൻ നിന്റെ സ്കിബിഡി ആയിരുന്നു. അത് കേട്ട് അമ്മ എന്നോട് ചോദിക്കാ, എന്തിനാ മോളെ അവരിപ്പോ കബഡി കളിക്കാൻ പോണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഈ പൂക്കി സ്കിബിഡി എന്നുള്ളതൊക്കെ ഞങ്ങൾ 2K കിഡ്സിന് പുതിയ മൂഡ് പഠിച്ചാണ് അമ്മേന്ന്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കുടിക്കുന്ന നടന്നേടി സർബത്ത് കുടിക്കാറില്ലേ നിങ്ങള്? അപ്പോ ഈ നടന്നേടിയുടെ മൂടെടുത്തിട്ടാണ് അത്രേ ഈ സർബത്ത് ഉണ്ടാക്കുന്നത്. എവിടെ നിന്ന് വന്നാലും അത് കുടിക്കാൻ നല്ല മൂടാണ്. ഈ ഇടയ്ക്കാണ് ഞാൻ മൂടിന് പ്രസക്തിയുള്ള ഒരു സ്ഥലത്ത് പോകുന്നത്. കൊല്ലം ജില്ലയിലെ അഞ്ചാല് മൂട് എന്ന സ്ഥലം. അവിടെ പോയപ്പോഴേ രസം. പ്ലാമൂട്, ആൽത്തറമൂട്, പൂലനിമൂട് എന്നിങ്ങനെ ഒരുപാട് മൂടുള്ള സ്ഥലമാണ് കൊല്ലം. കൊല്ലംകാരെ പറ്റി പൊതുവെ ഒരു അഭിപ്രായം ഉണ്ട്, പെട്ടെന്ന് മൂട് മാറുന്നവരാണ്.